ഹായ് ഡിയേഴ്സ്, ഓണം സീരീസിൽ നമ്മൾ പാൽപ്പായസം ഒന്നും ഇട്ടിട്ടില്ലല്ലോ. നമുക്കിന്ന് സേമിയ പായസം ഉണ്ടാക്കാം. നീളമുള്ള സേമിയ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്കതിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് 1 ഗ്ലാസ് അളവിലാണ് നമ്മൾ സേമിയ എടുക്കുന്നത്. പണ്ടൊക്കെ നമുക്ക് സേമിയ പായസം നല്ല ഇഷ്ടമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അടപ്രഥമനോടാണ് പ്രിയം. എന്തായാലും അവർക്ക് വെല്ല പായസത്തിനേക്കാൾ ഇഷ്ടം പാൽപ്പായസത്തോട് തന്നെയാണ്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഒരു കടായിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതൊന്ന് ഉരുകി വരുമ്പോൾ കുറച്ച് കിസ്മിസ് ഇട്ട് വറുത്തെടുക്കണം. കിസ്മിസ് നല്ല ഭംഗിയിൽ ബൾബ് പോലെ വരും. കരിഞ്ഞു പോകരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് നമുക്കെല്ലാം വറുത്തെടുക്കേണ്ടത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. ഒരെണ്ണം പോലും കരിഞ്ഞിട്ടില്ല. നമുക്കത് വറുത്ത് കോരാം. ഇതാ നോക്കൂ, നല്ല ഭംഗിയില്ലേ. ഇനി കാഷ്യൂ നമുക്കിതുപോലെ വറുത്ത് കോരാം. കാഷ്യൂം ഒരുപാട് കളർ ചേഞ്ച് ആവരുത്. ചെറിയൊരു ചേഞ്ച് വരുമ്പോഴേക്കും നമുക്ക് എടുക്കണം. ഈ പരുവാകുമ്പോൾ നമുക്ക് വറുത്ത് കോരി കിസ്മിസിനോടൊപ്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നെയ്യിൽ സേമിയ വറുക്കണം. സേമിയയും കരിയരുത്. ലോ ഫ്ലെയിമിലിട്ട് വറുക്കുക. ഒന്ന് മൊരിഞ്ഞ് റോസ്റ്റായി വന്നാൽ മതി. കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. ഇതിലേക്ക് 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് ചൂട് പാലൊഴിക്കുക. നമ്മളിവിടെ പാക്കറ്റ് പാലാണ് വാങ്ങുന്നത്. എന്നിട്ട് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്യണം. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഒന്ന് കുറുകി വരും. തുടരെ ഇളക്കണം. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന പായസമാണല്ലോ സേമിയ പായസം. നമ്മുടെ സേമിയ പായസം നല്ലപോലെ തിളച്ച് കുറുകിയിട്ടുണ്ട്. നമ്മുടെ സേമിയയുടെ വേവൊന്ന് നോക്കണം. കുറച്ച് സേമിയ എടുത്ത് അതൊന്ന് കൈവച്ച് ഒന്ന് അമർത്തി നോക്കുക. നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇത് വെർമസില്ലിയുടെ സേമിയയാണ്. ഓരോ സേമിയയ്ക്കും ചിലപ്പോൾ വേവ് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് 2 ഗ്ലാസ് ചൂടുള്ള പാലൊഴിക്കുക. 3/4 to 1 ഗ്ലാസ് നിങ്ങൾക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ഇടാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പായസം കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാവും. പക്ഷേ തണുക്കുമ്പോൾ അത് ശരിയാകും. നമ്മുടെ പായസം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മധുരം തട്ടിയാൽ പിന്നെ സേമിയ വേവില്ല. ഏതായാലും കുറച്ച് സമയം കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം. സേമിയയിലൊക്കെ മധുരം ഒന്ന് പിടിക്കട്ടെ. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കിസ്മിസും കാഷ്യൂ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഇളക്കുക. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ പായസം റെഡിയായ ശേഷം ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ മീതെ പാട കെട്ടാനുള്ള സാധ്യതയുണ്ട്. നെയ്യെല്ലാം മുകളിലേക്ക് വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മുടെ പായസം. ആവശ്യത്തിന് തിക്നെസ്സും ആയിട്ടുണ്ട്. ഇപ്പോൾ കുടിക്കാൻ നല്ല പാകമാണ്. ഇപ്പം ഭർത്താവും മോളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് അതിനെ കസറോളിൽ ഒഴിച്ച് വെക്കാം. ഇനി കുടിക്കാൻ പോകുമ്പോഴേക്കും ഇത് ഒരുപാട് തിക്കാവുകയാണെങ്കിൽ ഇതിലേക്ക് ഒരല്പം ചൂടുപാലൊഴിച്ച് മിക്സ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ പാലെല്ലാം കഴിഞ്ഞെങ്കിൽ തിളച്ച വെള്ളമൊഴിച്ച് ചൂടാക്കാം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. താങ്ക്